എന്നോടുള്ള പക ഇപ്പോഴും തീർന്നിട്ടില്ലല്ലടാ. നിനക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്നെ നീ കണ്ടുള്ളൂ. ബലരാമന് വേണ്ടിയുള്ള ത്യാഗം, മകൾ മരിച്ച ബലരാമനോടുള്ള കരുതല് കേട്ടാൽ ആരും വിശ്വസിക്കും, ഈ ഞാനൊഴിച്ച്. ബലരാമ ആരുടെ മകളാ? ബലരാമന് വഴിവിട്ടൊരു ജീവിതമില്ല, അങ്ങനൊരു മകളുമില്ല. ഇല്ലേ? യുവജന വിഭാഗത്തിന്റെ ദേശീയ സെക്രട്ടറി ആവാൻ ഡൽഹിക്ക് യാത്ര തിരിക്കും മുമ്പ് കരഞ്ഞുകൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നൊരു വൃദ്ധന ഓർമ്മയുണ്ടോ? സ്വന്തം മകൾ നിന്നിൽ നിന്നും ഗർഭിണിയാണെന്നും പറഞ്ഞ് അലറി വിളിച്ചത് ഓർമ്മയുണ്ടോ? നിന്നെ യാത്രയാക്കാൻ വന്ന എന്നോട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം, അതാണ് നീ പറഞ്ഞ വാക്ക്. ഓർമ്മയുണ്ടോ? എല്ലാം എന്നെ ചുമതലപ്പെടുത്തിയിട്ട് ചന്ദ്രമതിയോടൊപ്പമാണ് നീ അന്ന് ഫ്ലൈറ്റിൽ കയറിയത്. ആ പെൺകുട്ടി പ്രസവിച്ചു. കുഞ്ഞ് ചാവെള്ളയാണെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ വിശ്വസിപ്പിച്ചു. എല്ലാത്തിനും കാവൽ നിന്ന എന്റെ ഈ കൈകളിലേക്കാ ആ ചോരക്കുഞ്ഞിനെ അവളുടെ അച്ഛൻ വച്ചിരുന്നത്. എന്തിനായിരുന്നു എന്നറിയോ? കൊല്ലാൻ. ഞാനത് ചെയ്തില്ല. ആ കുഞ്ഞു വളരട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നോളം ഒരു കുറവുമില്ലാതെ അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു. നീ എന്നെ കൊല്ലാക്കൊല ചെയ്തപ്പോ പോലും നീയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ല. അതെന്റെ ഒരു കരുതൽ തന്നെയായിരുന്നു. നിന്റെ ജീവിതത്തിനോടുള്ള എന്റെ കരുതൽ. മകൾ മരിച്ചതിന് നിന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അകത്തിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നിന്റെ മകളുടെ അമ്മയാ, മേരി തോമസ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.